ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ എസ് ഓഡിയോയുടെ തന്നെ ബാസ്റ്റബിൾ ബോർഡാണ് നമ്മൾ കണ്ടത്. അത് ഓരോ ബോർഡിനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണ് വരുന്നത്. അതായത് അതിൻ്റെ മേക്കിംഗ് രീതി കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഇത് അതിലുള്ളതിൽ തന്നെ ഏറ്റവും ചെറുതാണ്. സെയിം TL72 വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബാസ്റ്റബിൾ ബോർഡാണ്. ഇതിനകത്ത് വരുന്ന വോളിയം, ബാസ്, ട്രെബിൾ ഇത്രയും കാര്യമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ട പവർ സപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 തന്നെയാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്, ഇൻപുട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. വളരെ കോമ്പാക്റ്റാണ്, ഇത്രയും ചെറുതാണ്, വളരെ ചെറുതാണ്. നമുക്കപ്പോൾ ഒരു സ്റ്റീരിയോ ആമ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ടൊരു ബാസ്, ട്രിബിൾ പോലുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് പറ്റുന്നതിൽ അത്യാവശ്യം ചെറിയൊരു ബോർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ബോർഡെന്ന് പറയുമ്പോൾ ഫുൾ SMDയിലാണ് ബാക്ക് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഫുൾ SMDയിൽ ചെയ്തിട്ട് അവർ ബോർഡിനെ നല്ല രീതിയിലൊന്ന് കോമ്പാക്റ്റ് ആക്കി വച്ചൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ കൺട്രോൾസ് ഒന്നും നമുക്ക് അവർ തരുന്നില്ല. സെയിം ആ ഒരു ബാസ്റ്റബിൾ തന്നെയാണ്. ഇതിനകത്ത് വേറെ ഒന്നും തന്നെ വ്യത്യസ്തമായിട്ടൊന്നും വരുന്നില്ല. പക്ഷെ കുറച്ചുകൂടെ കോമ്പാക്റ്റ് ആക്കി അവർ വച്ചു എന്നുള്ളത് മാത്രമാണ്. ആ സർക്യൂട്ടിനെ വീണ്ടും ഒന്നും കൂടി ചെറുതാക്കി ഈ പുറകിലേക്ക് ആക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചില ആമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അകത്ത് വളരെ സ്പേസ് കുറവായിരിക്കും. കാര്യം ഈ ബാസ്റ്റബിൾ ബോർഡ് ആ ഒരു സ്പേസിനെ അങ്ങ് വിഴുങ്ങി കളയും സത്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്നൊരവസ്ഥയിൽ നമുക്ക് അകത്ത് വളരെ സ്പേസ് കുറച്ച് ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു ടോൺ കൺട്രോൾ ബോർഡ് തന്നെയാണ് ഈ ഒരു ബോർഡ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബോർഡ് ആവശ്യമാണെങ്കിൽ AB ഇലക്ട്രോണിക്സ്, ട്രിവാൻഡ്രം, തകരപ്പറമ്പ് അവരുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അവരുടെ കയ്യിൽ ഇത് ഇപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരെ നിന്ന് അവരെ തന്നെയാണ് ഈ ബോർഡ്, അവരെ തന്നെയാണ്. സെയിം അവരുടെ സർക്യൂട്ട് തന്നെയാണ്. അതിനൊന്ന് കോമ്പാക്റ്റ് ആക്കി SMD ആക്കി ഡബിൾ ലെയർ PCBക്കകത്താക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള അതേ ഉള്ളൂ. ഇതിനകത്ത് ലൗഡ്നെസ് കൂട്ടുന്നതോ അല്ലെങ്കിൽ ഓഡിയോ സെലക്ടർ വരുന്ന അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താതെ തന്നെ ആ ഒരു സെയിം ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് കുറച്ചും കൂടി ചെറുതാക്കി എന്നുള്ളതാണ് ഇതൊരു പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റും വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാര്യം നിങ്ങൾ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ ബോർഡിന് ഈ ബോർഡിന് ഏത് ടോൺ കൺട്രോളാണ് നല്ലത് എന്നുള്ള ചോദിക്കുക. അത് ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. അത് നിങ്ങളുടെ ചെവിയാണ്, നിങ്ങളുടെ രീതിയാണ്. അപ്പോൾ ഒരു ബാസ് ട്രിബിൾ ബോർഡ് നിങ്ങൾ വാങ്ങി നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു അനുഭവമാണ് അത് സത്യത്തിൽ. അത് എനിക്ക് പറയാം, ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ആളാണ് എന്നതുകൊണ്ട് തന്നെ ആ ഒരു ബോർഡിന് ഇപ്പോൾ കുമാറിൻ്റെ ബോർഡിനോ അല്ലെങ്കിൽ TD7294 ഈ കമ്പനിയുടെ ബാസ്റ്റബിൾ ചേരുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, അത് കൊള്ളാം, ഈ ബോർഡ് കൊള്ളാം, ആ ബോർഡ് കൊള്ളാം എന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നതിലുപരി നമുക്കൊരിക്കലും ആ ബോർഡിനത് ചേരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാസ്റ്റബിൾ ബോർഡ് കൊള്ളാം എന്നുള്ളത് നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ബോർഡായിരിക്കത്തില്ല. ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നു, ഓക്കെ, ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ കയ്യിൽ ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കുന്ന ബോർഡ് ഏതാണോ അതിലായിരിക്കും നമ്മളത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് കൊള്ളാമെന്ന് തോന്നുന്ന പ്രോഡക്റ്റിൽ മാത്രം നമ്മൾ വീഡിയോ ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വാങ്ങി പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇപ്പം ഞാൻ തന്നെ ഒരുപാട് ആമ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഒരുപാട് ബാസ്റ്റബിൾ വച്ച് ചെക്ക് ചെയ്ത് അത് ഓക്കെ ആണെന്ന് കാണുമ്പോഴാണ് അത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെയാണ് അത് ഈ ഒരു ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ അവരുടെ ഒരു പൈസ ലാഭം നോക്കി മാത്രം അവർ കിട്ടുന്ന ഏതെങ്കിലും ബോർഡ് എടുത്ത് അതിനകത്ത് വെച്ച് അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് പേര്, അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ ഒരു ബോർഡിന് ചേരുന്ന രീതിയിൽ, ആ ഒരു ആംപ്ലിഫയറിന് ചേരുന്ന രീതിയിൽ കസ്റ്റമറിനെ വിളിച്ച് അവരെ ഒന്ന് അടുത്തിരുത്തി ഇത് മതിയോ എന്ന് ചോദിച്ച് ചെയ്യുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ശരിയെന്നുള്ളത്. അല്ലാതെ നമ്മൾ പൈസയ്ക്ക് വേണ്ടി ചുമ്മാ ഏതെങ്കിലും ഒരു ബോർഡ് വാങ്ങി അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ബാസ്റ്റബിൾ ബോർഡ് വാങ്ങി അതിനകത്ത് വെച്ച് കൊടുക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞപ്പോൾ ദൂരേക്കുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ കേൾക്കുന്നതിലുപരി ഒരു 2-3 ആൾക്കാർ വേറൊരു ആൾക്കാരെയും കേൾപ്പിക്കണം. കാര്യം നമ്മൾ മാത്രം കേട്ട് ശരിയല്ല, അത് നമ്മളുടെ ഇഷ്ടമല്ല, മറ്റൊരാളുടെ ഇഷ്ടം. അപ്പോൾ ഒരു 3-4 പേരെയൊക്കെ വെളിയിലുള്ള പുറത്തുള്ള ആൾക്കാരെ വിളിച്ച് കേൾപ്പിക്കുക. അവർക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നമുക്കത് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരാളിന് വേണ്ടി അത് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെയാണ്, നമ്മൾ വെറുതെ വാങ്ങി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരാളിൻ്റെ അഭിപ്രായമല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൾക്കാരുടെ ടേസ്റ്റ് ഓരോന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കി ഉൾപ്പെടുത്താവുന്ന ബാസ്റ്റബിൾ ബോർഡുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നതെല്ലാം.
അപ്പോൾ ഓക്കെ, അപ്പോൾ വീഡിയോ ഇത്രയും തന്നെയാണ്. ഇതിൻ്റെ വില വലിയ വിലയൊന്നും കാണില്ല, ഒരു 300 രൂപയ്ക്ക് താഴെ ആയിരിക്കും, അത്രയും കാണില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ വില അറിയണമെന്നുണ്ടെങ്കിൽ AB ഇലക്ട്രോണിക്സിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.